ഇത് ഞങ്ങളുടെ ഓഫീസ് ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ വിശേഷങ്ങളാണ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും പോയി എന്നൊക്കെ പറഞ്ഞ് ഉറങ്ങാൻ പോലും വിടാണ്ട് ആ മുമ്പിൽ നടക്കുന്ന കുരിപ്പ് ട്രക്കിങ്ങിനുള്ള പോക്കാണ് കേട്ടോ. ഈ 1.25 എന്നെ കൊണ്ട് ഞങ്ങളാകെ മൊത്തം 5 ആളെ ട്രക്കിങ്ങിന് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഞാൻ ആ കുന്നുമലയെ മുഴുവൻ കയറേണ്ടി വന്നിട്ടോ. എൻ്റെ വിചാരം അഷ്ടമി പറഞ്ഞ പോലെ ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളെ മുമ്പിൽ നടക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. ഇവരൊക്കെ ടയേർഡായി ക്ഷീണിച്ചു. ഞാൻ ഒരു ജിലിജില്ലാന്ന് ഞാൻ ഒരു കുഴപ്പമില്ലാണ്ട് മേലെ എത്തി. എൻ്റെ അസൂയാണ് അവർക്ക്. അപ്പോൾ ഞങ്ങളൊരു ആനേനെ കണ്ടു. ഞങ്ങളെ എല്ലാവരും സീരിയസ് ആയിട്ടാണ് നിങ്ങൾ വിചാരിച്ച് പറ്റിക്കാനല്ല. അപ്പോൾ ആന ഓടി ഞങ്ങളെല്ലാവരും കിടകിട ഓട്ടാണ്. ഞങ്ങൾ വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മളുടെ ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്തു. ഇതാ വണ്ടിയുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വളരെ അടിപൊളി വെച്ച് നമ്മൾ വണ്ടി കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഈ റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരൊറ്റ കാടിൻ്റെ നടുക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകണമെങ്കിലും നമുക്ക് വണ്ടി വേണം, നമുക്ക് ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പറയേണ്ട, ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാം മാർവലസ്, ഫെൻറ്റാബിളസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, ബോംബ്ലാസ്റ്റിക്, എലാസ്റ്റിക്, അങ്ങനെ ടേസ്റ്റുമാണ് കേട്ടോ. ഇത് നമ്മളുടെ കോർഡിനേറ്റേഴ്സിൻ്റെ കൂട്ടാണ്. ദീക്ഷിത വന്നിട്ടുണ്ടായിരുന്നില്ല, ദീക്ഷിത നല്ലോണം മിസ് ചെയ്തു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറാണ്, കിഡിലോസ്കിയാണ്. പ്രശസ്ത കോൺഗ്രസ് നേതാവ് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ എന്താ പറയുക, ഫോട്ടോ എടുക്കുന്നു, തിരിയുന്നു, മറിയുന്നു, കഥ പറയുന്നു, ഊക്കുന്നു, തള്ളുന്നു, മറിക്കുന്നു. ഊഹിക്കാമല്ലോ, നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഏറ്റവും കംഫർട്ട് സോണിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മളങ്ങ് ആവുമല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ രസങ്ങൾ. പിന്നെ എനിക്കിതൊന്നും വലിയ പിടുത്തമില്ലാത്ത കാര്യമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് അല്ലേ. നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് വരാം. നല്ല എൻജോയ് ചെയ്ത് ഒരു മിനിമം ഒരാഴ്ചയെങ്കിലും നമ്മളിവിടെ നിൽക്കണം. പല്ല് ചിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാൽ നല്ല മോളാ കേട്ടോ. കുറച്ച് ബുദ്ധിയും ഒരു അരപ്പിരി ലൂസും ഒരു 2 സെക്കൻഡ് പുറകോട്ടതേ ഉള്ളൂ. എന്താ മുഫി നമ്മുടെ ടൂറിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം? എനിക്ക് ഈ ഒരു, അതായത് ഈ ഒരു ട്രിപ്പില് അതെ അതെ എസ്തെറ്റിക് കുറച്ചിങ്ങനെ വാരിട്ടോ. നമ്മള് തിരക്കുള്ള അടിപൊളിയായിരുന്നു അല്ലേ. രസമുള്ള ഒരു പാലമാണത്. ഇതിങ്ങനെ ഇളകൊന്നുമില്ല ഗൈസ്, ഭയങ്കര സേഫ് ആയിട്ടുള്ള രസമാണ്, ഭയങ്കര. ഇത് തള്ളുകയല്ല കേട്ടോ, കാര്യം പറയണേ, അടിപൊളി സ്ഥലമാണ്. നമ്മളിങ്ങനെ ഓട്ടപ്പാച്ചിലുണ്ടല്ലോ, നമ്മളെ ബിസി ലൈഫ് നമുക്കൊന്ന് സ്വിച്ച് ഓഫ് ആക്കി അല്ലേ, നമുക്ക് ലൈഫ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ടൊന്ന് പീസ്ഫുള്ളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. എന്താ നോക്കണം, ഇതാ ഫുള്ള് കൊത്താണ് കുടിക്കുന്നത്. ഇപ്പോൾ പോയി വേഗം വരും. തിരി 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 ഞാൻ ബ്രീത്ത് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ വലിയ സംഭവമാകുന്നുണ്ട്. അഷ്ടമി പറഞ്ഞ പോലെ ഹണിമൂൺ കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ എൻജോയ് ചെയ്യാൻ നല്ലൊരു സ്പോട്ടാണിത്. ഞങ്ങളിതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. ഞങ്ങൾ പോവാൻ ഇറങ്ങുകയാണ്. അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം പാക്കപ്പിനുള്ള സമയമായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ മഴക്കുട്ടിക്കൊക്കെ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ പരതായിരുന്നു. അപ്പോൾ ഏകദേശം നമുക്ക് ഇറങ്ങേണ്ട സമയമായി. ഇതാണ് റിസപ്ഷൻ ഏരിയ. ഇവിടെ നിന്നാണ് നമുക്ക് വണ്ടിയൊക്കെ കിട്ടുക, ഫുഡ് കഴിക്കുന്ന ഏരിയ ഒക്കെ ഇവിടെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ റൂമുകളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് തിരിച്ച് നമ്മൾ നമ്മുടെ ബസ്സുള്ള സ്ഥലത്തേക്ക് പോകേണ്ടത്. എന്താ കിറ്റ് വേണോ നിനക്ക്?
നോക്കി പറഞ്ഞല്ലോ ചെറിയ ആലോചിക്കട്ടെ ഞാൻ അടുത്ത അക്കാഡമിക്കൽ ചെയ്യാൻ വേണ്ടി. ആലോചിക്കട്ടെ. മടക്ക യാത്ര അങ്ങനെ ഇവിടെ തുടങ്ങുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു ഒത്ത കാടിൻ്റെ നടുക്കാണ് ഈ റിസോർട്ട് കേട്ടോ. അപ്പോൾ ഒരു 8-10 കിലോമീറ്റർ നമ്മൾ പുറത്തേക്ക് നമ്മൾ യാത്ര ചെയ്താൽ മാത്രമാണ് നമ്മൾ ബസ്സൊക്കെ ഉള്ളൊരു സ്ഥലത്ത് മെയിൻ റോഡിലേക്ക് നമ്മൾ എത്തുള്ളൂ. അപ്പോൾ ആ ഒരു യാത്ര നല്ല രസമുള്ളൊരു യാത്രയാണ്. കാടിൻ്റെ നടുവിലൂടെ വേറെ വാഹനങ്ങളോ ശബ്ദങ്ങളോ നമുക്ക് റേഞ്ച് പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, തീർച്ചയായിട്ടും നമ്മൾ ഇതൊക്കെ കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ ഓർമ്മകളാണ്. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുക, എങ്ങനെ പ്രസൻറ്റ് ചെയ്യുക എന്നറിയാതിരിക്കുക, ഇതൊക്കെ പ്രശ്നമായിട്ട് മുമ്പിലുണ്ട്. പക്ഷേ എങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിച്ച നിമിഷങ്ങളാണല്ലോ. അപ്പോൾ അത് ഇത്ര രസമുള്ള കൗതുകമുള്ളൊന്നായിരിക്കും എന്നുള്ളത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയുള്ള ഒന്നായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത് ആരെങ്കിലും കാണുമെന്നോ ഇതിന് വ്യൂസ് ഉണ്ടാവുമെന്നോ ഒന്നുള്ളത് എന്നെ ഇപ്പോൾ ബാധിക്കുന്ന കാര്യമല്ല. മറിച്ച് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഇത് എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു ലൈഫ്. ഇന്നൊരു 10 വർഷം കഴിയുമ്പോൾ എനിക്ക് എന്നെ തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു, ഇപ്പോൾ കണ്ടില്ലേ അരിഷ്ടമി ഇങ്ങനെ കൂർക്ക മരിച്ച് ഉറങ്ങിയിരുന്നു എന്നൊക്കെ ഉള്ളത് കുറേ കാലം കഴിയുമ്പോൾ പറയാനുള്ളൊരു കഥയൊക്കെ ആയിട്ട് മാറുന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓടിയിട്ട് നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തുന്നില്ല. കണ്ടോ, അത്രയും നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതും മെയിൻ റോഡല്ല കേട്ടോ, ഇവിടുന്ന് ഒരുപാട് ദൂരം പോയാലാണ് മെയിൻ റോഡ് എത്തുക. ഞാൻ ചെറിയ ക്ലിപ്പുകളായിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഇനി ലൈഫിനെ ഇങ്ങനെ ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി വെക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് വീഡിയോ കാണുന്ന ആളുകളൊക്കെ നിങ്ങളെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് ഏത് തരത്തിലുള്ള അഭിപ്രായമാണെങ്കിലും പറയണേ. അപ്പോൾ അത് രസമുള്ളൊരു യാത്രയായിരുന്നു. മോളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും 1-2 ദിവസമൊക്കെ അല്ലേ. അപ്പോൾ വളരെ സേഫായിട്ട് അവളെ ഞാൻ വീട്ടിലൊക്കെ കൊണ്ടാക്കിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി. നമ്മൾ ബസ്സുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. ബസ് അവിടെ വെച്ച് ഡ്രൈവർമാരൊക്കെ ഞങ്ങളെ കൂടെ വന്നിരുന്നു റിസോർട്ടിലേക്ക്. ഇതാ കാണുന്നതാണ് നമ്മുടെ ബസ്. 2 ബസ്സിലായിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. ശരി, താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മളുടെ സക്സസ്ഫുൾ ടൂറിൻ്റെ കോർഡിനേറ്റ്. എന്തല്ലേ, വളരെ നല്ലൊരു ടൂറായിരുന്നു. ഇനി ഞങ്ങൾക്ക് ഭയങ്കര BMX ഒക്കെ ഭയങ്കര കോപ്പറേഷൻ ആയിരുന്നു. നമ്മള് ഏതെങ്കിലും ഒരു സ്ഥലത്ത് 7 മണിക്ക് എത്തണമെന്ന് പറഞ്ഞപ്പോൾ 6:45 വന്ന് അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. കുട്ടി പറഞ്ഞതുപോലെ ഒരു തോന്നല്. എന്താണ് ശ്രുതി മാം ഈ ഒരു ട്രിപ്പിനെ കുറിച്ച് പറയുന്നത്? ആ നെയിൽ പോളിഷ് ഒന്ന് കാണിക്കും, ക്രിയേറ്റീവ് നെയിൽ പോളിഷ്. ശ്രുതി എന്താണ് ടൂറിനെ പറ്റി? 2 ശ്രുതി ആയിരുന്നു, 2 ശ്രുതിമാരാണ്. എന്തായാലും അടിപൊളിയായി, കുറേ റിലാക്സ്ഡ് ആയി, റിഫ്രഷ്ഡ് ആയി, അടിപൊളിയായിരുന്നു അല്ലേ? चला गया। आपको हमारा टूर के बारे में क्या बोल? guys. guys. Yes. ഞങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പം 3-4 ട്രാവലർ വന്നിട്ട് ഞങ്ങൾ വന്ന വണ്ടിയെല്ലാം പുറകോട്ടെടുത്ത് ചുരത്തിന്റെ സൈഡ് ഒതുക്കിയപ്പോൾ വേറെ ട്രാവലർ എല്ലാം മിക്സ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം പെട്ടെന്ന് മുന്നിലൊരു മറ്റേ ഇത് പിക്കപ്പ് വണ്ടിയിൽ ഞങ്ങളുടെ വണ്ടി ഇടിക്കാൻ പോയപ്പോൾ സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ ഡ്രൈവർക്ക് ദേഷ്യം വന്നു. ഡ്രൈവർ കല്ലെടുത്ത് അടിക്കാൻ തുടങ്ങി. SR പോയി, 2 തല്ല് കിട്ടി SR. അഭി തല്ലാൻ പോയി. ഞങ്ങൾ കണ്ട് എല്ലാവരും സ്റ്റോപ്പിട്ട് തിരിച്ചു കൊണ്ടുവന്നു. കൊണ്ട് വീഡിയോ ആദ്യം എടുക്കാൻ മറന്നുപോയി. വീഡിയോ